ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം. സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഹരി ഓം. എല്ലാവർക്കും ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് സ്വാഗതം. 23-ാമത്തെ ദിവസമാണ് ഭഗവത്ഗീത ഇന്ന് തുടങ്ങിയിട്ട്. 2-ാം അധ്യായം സാംഖ്യയോഗം. ഭഗവാൻ അർജുനോട് പറയുന്നു, ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ച്. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യ സർവഗതസ്ഥാണുഹു അജലോയം സനാതന. ഇത് അച്ഛേദ്യമാണ്, അദാഹ്യമാണ്, അക്ലേദ്യമാണ്, അശോഷ്യമാണ്, നിത്യവും സർവഗതവുമാണ്. ഇങ്ങനെ പറയുമ്പോൾ 5 മഹാഭൂതങ്ങളാൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതിനാലൊന്നും ഒരു തരത്തിലുള്ള പരിച്ഛേദവും പഞ്ചമഹാഭൂതങ്ങളാൽ ഉണ്ടാകാത്തതും ദേശകാലങ്ങളെ അതിവർത്തിക്കുന്നതുമാണ് എന്നുള്ളതുകൊണ്ട് നിത്യമാണ്, സർവഗതമാണ് ഇങ്ങനെ പറയുന്നു. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, ഇതിൽ ഈ ഇഴചേർന്ന് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇത് ഈ മഹാഭാരതത്തിലാണല്ലോ ഇതൊക്കെ ഘടിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ പാണ്ഡവന്മാരുടെ ജന്മത്തെക്കുറിച്ച്. കാരണം പാണ്ഡുവിൻ്റെ 2 ഭാര്യമാർ, കുന്തിയും മാദ്രിയും. ഈ കുന്തിയിൽ മക്കളൊന്നും ഉണ്ടാവാതെ ഇരുന്നിട്ടാണ് മാദ്രി വിവാഹം കഴിക്കുന്നത്. മാദ്രിയിലും മക്കൾ ഉണ്ടായില്ല. മാദ്രി അങ്ങോട്ട് ആ ദാമ്പത്യം തുടങ്ങുമ്പോഴാണ് ഇദ്ദേഹം ഈ നായാട്ടിന് പോകുന്നത്. നായാട്ടിന് പോകുന്നതും ഋഷിയും ഋഷി പത്നിയും മാൻവേഷത്തിൽ തുറസായ സ്ഥലത്ത് രമിക്കുന്നത് കണ്ട് അതിനെ അമ്പെയ്യുന്നതും, പിന്നീട് മരിന്ദൻ എന്ന് പറയുന്ന ഋഷി പിന്നീട് ഋഷി രൂപം പ്രാപിക്കുകയും അപ്പോഴാണ് അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലാവുന്നതും. വളരെ രസമാണ് ഇതൊക്കെ. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ മഹാഭാരതത്തിലുണ്ട്. അപ്പോൾ എന്തിനായിരുന്നു ഋഷി അങ്ങനെ ചെയ്തത് എന്നാണെങ്കിൽ, ഒരു സ്വച്ഛന്തമായിട്ട് പ്രകൃതിയിൽ അങ്ങനെ രമിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ സങ്കല്പത്തോടു കൂടിയൊക്കെ ഉണ്ടായതെന്ന് പറയുന്നു. എന്തായാലും പിന്നീട് ഈ കിട്ടിയ ശാപം എന്ന് പറഞ്ഞാൽ, പിന്നെ നിനക്ക് നിൻ്റെ ഇണയെ സമീപിക്കാൻ സാധിക്കാതെ ഇരിക്കും, നിനക്കത് സാധിക്കില്ല എന്നുള്ള ശാപം കിട്ടുന്നുണ്ടല്ലോ. അപ്പോഴാണ് ഇദ്ദേഹം ഇതിൽ നിന്നൊക്കെ വിരമിച്ച് പിന്നെയാണ് ഭീഷ്മർ ഈ ധൃതരാഷ്ട്ര രാജാവാക്കുന്നതും ഒക്കെ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, മഹാഭാരതത്തിൽ രസമായിട്ടുള്ളൊരു സന്ദർഭമുണ്ട്.
അത് പറയാനാ ഇത് ഈ ഈ ഈ ശ്ലോകം നമ്മൾ അതിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അച്ഛേദ്യം അദാഹ്യം എന്നൊക്കെ പറയുമ്പോൾ ഈ കുന്തി പാണ്ഡുവിനോട് വിഷമിച്ചിരിക്കുന്ന പാണ്ഡുവിനോട് കുന്തി ഈ ശ്വേതകേതു നടപ്പിലാക്കിയ നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ രസമായിട്ടാണ് മഹാഭാരതത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ശ്വേതകേതു ഉദ്ദാലകന്റെ പുത്രനായിട്ടുള്ള ശ്വേതകേതു സ്വന്തം അമ്മ മറ്റ് ഋഷിമാരോടുകൂടി കഴിയുന്നത് ഉദ്ദാലകന് കണ്ടിട്ട് അതിൽ ഉദ്ദാലകന് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അങ്ങനെ തോന്നാതിരിക്കുമ്പോൾ ഈ ശ്വേതകേതുവാണ് ഇതിനൊക്കെ ഒരു കുടുംബ വ്യവസ്ഥിതി ഉണ്ടാക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഈ കാമസൂത്രം ഈ പരമശിവനിൽ നിന്ന് നന്ദികേശൻ വഴി പിന്നീട് ശ്വേതകേതുവിലാണ് അതൊരു ഈ തോന്നിയ പോലെ നടക്കുന്ന രാജാക്കന്മാരെ നേരെയാക്കുന്നിടത്തേക്ക് വരുന്നത്. ശ്വേതകേതുവാണ് അതിനൊരു ഈ കുടുംബ വ്യവസ്ഥിതി ഉണ്ടാക്കുന്ന ആള് ശ്വേതകേതുവാണ്. അപ്പം ശ്വേതകേതു ഒരു നിയമം ഉണ്ടാക്കി. ശ്വേതകേതുവാണ് ഉണ്ടാക്കിയ നിയമമാണ് ഈ ഭാര്യ ഭർത്തൃ സങ്കല്പത്തെ ഉണ്ടാക്കുന്നത്. അങ്ങനെ പറയണു. അതായത് ഒരു ഭാര്യ ഭർത്താവിൻ്റെ സമ്മതത്തോടുകൂടി മറ്റു പുരുഷന്മാരോടൊപ്പം അവർക്ക് മാക്സിമം 4 പേരെ ആകാവൂ എന്നാണ്. 4 പേരെ വിധിച്ചിട്ടുള്ളൂ ഒരാൾക്ക്, ഭർത്താവ് കൂടാതെ 3 ആൾ. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരെ പ്രാപിക്കുന്നത് അത് ശരിയല്ല എന്നും ഇതിന് ശ്വേതകേതു മുന്നോട്ട് വെച്ചത് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അച്ഛൻ ആരെന്ന് അറിയാനുള്ള അവകാശം നഷ്ടപ്പെട്ടു പോകരുത്. ഇതിപ്പോൾ ആരാണ് അച്ഛൻ എന്ന് അറിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് അതാണല്ലോ ഈ നമ്മുടെ ഒരു ഉപനിഷത്തിൽ ജാബാല മകൻ ചോദിക്കുന്നത് എൻ്റെ അച്ഛൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ജാബാല പറയുന്നുണ്ടല്ലോ, എനിക്കറിയില്ല നിൻ്റെ അച്ഛൻ ആരാണെന്ന്, കാരണം പല പുരുഷന്മാരെന്നെ സമീപിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയുണ്ട്. അപ്പോൾ ആ കാലത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അതാണ് ശ്വേതകേതു അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അഡ്രസ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ശ്വേതകേതു അതിനൊരു ഇതിങ്ങനെ ശരിയാവില്ല എന്നുള്ളൊരു നിയമവ്യവസ്ഥ കൊണ്ടിരുന്നുണ്ട്. അപ്പോൾ ഈ കുന്തി ഇത് പറയുകയാണ്, ശ്വേതകേതുവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനെ ഇതുപോലെ വരിക്കുകയും അങ്ങനെ വരിച്ചാൽ അതിൽ ജനിക്കുന്ന കുട്ടികളുടെ അവകാശം എന്ന് പറയുന്നത് ഭർത്താവിനുള്ളതാണ്, വേറെ ആർക്കുമല്ല, ഭർത്താവിൻ്റേതാണ് മക്കൾ. ആ കാര്യം ആണ് കുന്തി പാണ്ഡുവിനോട് പറയുന്നത്. പാണ്ഡുവിനോട് വാസ്തവത്തിൽ കർണൻ ജനിച്ച കാര്യം പൂർണ്ണമായി രഹസ്യമാക്കി വെച്ചിരിക്കുക തന്നെയാണ്. അപ്പോൾ പാണ്ഡു പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും യോഗ്യന്മാരായിട്ടുള്ള ബ്രാഹ്മണരെ വിളിക്കാം, യോഗ്യന്മാരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ വിളിക്കാം എന്ന് പറയുമ്പം കുന്തി പറയുന്നതാണ് ഈ പഴയ ദുർവാസാവിൽ നിന്ന് കിട്ടിയ വരത്തെക്കുറിച്ചൊക്കെ പറയും. അപ്പോൾ ദുർവാസാവിൽ നിന്ന് ഇങ്ങനെ വരം കിട്ടിയിട്ടുണ്ടെന്നും ദേവന്മാരെ വരിക്കാനുള്ള ആവാഹിക്കുക, അതിൽ സന്തതികൾ ജനിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പാണ്ഡുവിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പാണ്ഡുവാണ് ആദ്യം നിശ്ചയിക്കുന്നത് യമനെ തന്നെ ആവാഹിക്കാൻ പറയുകയാണ്. അങ്ങനെയാണ് യമൻ മൃത്യുവാണ് അതേസമയം ധർമ്മത്തിൻ്റെ ദേവനുമാണ്. അതുകൊണ്ട് യമധർമ്മനെ ആവാഹിക്കൂ എന്ന് പറയുമ്പോൾ കുന്തി അങ്ങനെ യമധർമ്മനെ ആവാഹിച്ചു. അതിലുണ്ടായ പുത്രന് യുധിഷ്ഠിരൻ എന്ന് പേരും കൊടുത്തു. പിന്നീട് ഹനുമാന്റെ പിതാവായിട്ടുള്ള വായുവിനെ ആവാഹിക്കാൻ
പാണ്ഡുവിൻ്റെ നിർദ്ദേശമാണ്. അങ്ങനെ ആ പാണ്ഡുവിൻ്റെ നിർദ്ദേശപ്രകാരം കുന്തി വായുവിനെ ആവാഹിച്ച് മറ്റേയാൾ മനുഷ്യരിൽ അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ മൂർത്തിയായിരിക്കുമെന്നും സത്യത്തിൻ്റെ പ്രതീകമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ ആൾ ശക്തിയുടെ പ്രതീകമായിരിക്കും എന്ന് പറഞ്ഞ് അവന് ഭീമസേനൻ എന്ന് പേരും കൊടുത്തു. മൂന്നാമത്തത് ഇന്ദ്രനെ വരിക്കുന്നത് പാണ്ഡു പറഞ്ഞിട്ടല്ല, കുന്തി തന്നെ വരിക്കുന്നതാണ്. അങ്ങനെ കുന്തിയുടെ ഇഷ്ടപ്രകാരമാണ് ഇന്ദ്രനെ വരിക്കുകയും അർജുൻ അതിൽ പുത്രനായിട്ട് അർജുനൻ ജനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവരിൽ കുന്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അർജുനൻ തന്നെയാണ്. അങ്ങനത്തെ ഒരു അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കൗന്ദേയൻ എന്നത് ഏറ്റവും കൂടുതൽ ഭഗവാൻ കൗന്ദേയ എന്ന് വിളിക്കുമ്പോഴൊക്കെ ഇതൊക്കെ ഓർമ്മിപ്പിക്കലുണ്ട് അതിൽ. അതേസമയം പൃഥ എന്നത് കുന്തിയുടെ ശരിയായ പേര് പൃഥയാണ്. കുന്തിഭോജൻ വളർത്തിയത് കൊണ്ടാണ് കുന്തി എന്ന പേര് വരുന്നത്. പിന്നീട് കുന്തിഭോജനുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് കിട്ടുന്നത്. പൃഥ എന്നുള്ളത് അവരുടെ പേര്. അത് പാർത്ഥൻ എന്നുള്ളത് അർജുനന് മാത്രമുള്ളതാണ്. വേറെ ആരെയും പാണ്ഡവരിൽ ആരെയും വിളിക്കാത്തൊരു പേരാണ്. കൗന്ദേയനൊക്കെ ഭാരതൻ, കൗന്ദേയൻ എന്നൊക്കെ ഉള്ളത് എല്ലാവരെയും ചില സമയത്ത് സംബോധനകൾ വരാറുണ്ട്, ചിലപ്പം അപൂർവങ്ങളാണെങ്കിലും. പക്ഷേ ഇത് അർജുനനെ മാത്രം വിളിക്കുന്ന ഒന്നാണ് പാർത്ഥൻ. പാർത്ഥായ പ്രതിബോധിതാം എന്ന് നമുക്ക് ധ്യാന ശ്ലോകത്തിലൊക്കെ കാണാം. അപ്പോൾ പറഞ്ഞു വന്നത് ഈ 3 ദേവതകൾ പിന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിതുരൻ്റെ അഭിപ്രായ പ്രകാരം മാദ്രിയിൽ അത് മാദ്രിക്കും കൂടെ നൽകാൻ പറയുന്നതും, പിന്നെ മാദ്രി ഒറ്റ വിളിക്ക് തന്നെ 2 പേരെ വിളിക്കുന്നത്, അശ്വിനി ദേവന്മാരെ വിളിക്കുകയും അതിൽ നകുലനും സഹദേവനും സംഭവിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ ഇവരൊക്കെ ഈ അജയ്യമായ ശക്തിയുടെ രൂപങ്ങളാണ്. ഇതൊക്കെ തന്നെ ഒന്നിനാലും പരിമിതപ്പെടുത്താൻ പറ്റാത്തതായിട്ടുള്ള പ്രകൃതി. ഈ 5 പേരും പ്രകൃതി ശക്തിയാണ് വാസ്തവത്തിൽ, പാണ്ഡവന്മാർ 5 പേരും. അപ്പോൾ ഇവിടെ ഭഗവാൻ അത് ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ദ്രൻ്റെയും ഉപനിഷത്തിൽ പറയുന്ന ആ കേനോപനിഷത്തിലെ കഥ പറഞ്ഞു നിർത്തി. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ചേർത്ത് തന്നെ മനസ്സിലാക്കി പോകേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇത് അച്ഛേദ്യമാണ്, അദാഹ്യമാണ്, അക്ലേദ്യമാണ്, അശോഷ്യമാണ്, നിത്യമാണ്, സർവഗതം ആണ്, സ്ഥാണുവാണ്, അചലമാണ്, ഇത് സനാതനമാണ് എന്ന് പറയാം. അപ്പം ഈ കഥകളെല്ലാം എങ്ങനെയാണ് ഇതിനോട് ചേർന്ന് നിൽക്കുന്നത്, അതിൻ്റെ തത്വചിന്ത നമ്മൾ വിട്ടുപോവാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളിത് ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് പറയുന്നു ഇതിനെക്കുറിച്ച്, ഈ ആത്മാവിനെ അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. അർജുന, എങ്ങനെയൊക്കെ നോക്കിയാലും ശോചിതും ന അർഹസി, ദുഃഖത്തിന് അവകാശം ഇല്ലാത്തതാണ്, നീ ദുഃഖിക്കേണ്ടതില്ല. ഇത് അവ്യക്തമാണ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്കിത് വിഷയമല്ല. സാധാരണ നീ കാണുക കേൾക്കുക എന്ന് പറയുന്നത് പോലെ ഇന്ദ്രിയങ്ങൾക്ക് ഇത് വിഷയമല്ല. അതുകൊണ്ട് തന്നെ അയം അചിന്യ, ഇത് ചിന്തയ്ക്ക് ഗോചരമല്ല എന്ന് പറയാം, അചിന്യമാണ്. ഈ അചിന്യമാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അത് സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. അതെങ്ങനെ ഈ അചിന്യം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ചിന്തയ്ക്ക് വിഷയമല്ലാത്ത യാതൊന്നും തന്നെ ഇല്ല എന്നാണ്. ഈ അരിസ്റ്റോട്ടലിനെ സംബന്ധിക്കുന്ന ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു കഥ പറയാറുണ്ട്. ഇത് നടന്ന സംഭവമായിക്കൊള്ളണമെന്നൊന്നുമില്ല, ചിലപ്പോൾ ആവാനും അറിയില്ല. എന്തായാലും അത്
അരിസ്റ്റോട്ടലിനെ ചേർത്ത് വെച്ച് പറയുന്നൊരു കഥയാണ്. എന്താ അരിസ്റ്റോട്ടലിനെ പറയാൻ കാരണം എന്നാണെങ്കിൽ, ചിന്തകളുടെ എന്താ പറയുക രാജാവാണ്. ചിന്തകളെ കൊണ്ട് ഈ വിശ്വത്തിൻ്റെ എല്ലാറ്റിനെയും എല്ലാ രഹസ്യവും അറിയാൻ സാധിക്കും എന്ന് അവകാശപ്പെട്ടിട്ടുള്ള ഒരു ചിന്തകനാണ്. ഗംഭീരനാണ്, മോശക്കാരനൊന്നുമല്ല, ഗംഭീരനാണ്. ഈ അരിസ്റ്റോട്ടിൽ ഒരിക്കൽ കടപ്പുറത്ത് കൂടെ നടക്കുന്ന സമയത്ത് ഒരാൾ കടൽ തീരത്തൊരു കുഴി കുഴിച്ചു. അത്യാവശ്യം വലുതല്ല, അദ്ദേഹത്തിന് കൈകൊണ്ടുണ്ടാക്കാവുന്ന കുഴി, കുട്ടികളൊക്കെ അങ്ങനെ കളിക്കാറുണ്ട്. ഒരു കുഴി കുഴിച്ചു. എന്നിട്ട് ഇദ്ദേഹം കടലിൽ പോയിട്ട് ഒരു സ്പൂണിൽ ഈ കടലിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരിയിട്ട് ഈ കുഴിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അരിസ്റ്റോട്ടിൽ നടന്നു വരുമ്പോൾ ഈ കാഴ്ച കാണുക. സത്യത്തിൽ അരിസ്റ്റോട്ടലിനെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളിത് ചെയ്യുന്നത്. എന്തായാലും അരിസ്റ്റോട്ടിൽ ശ്രദ്ധിച്ചു. കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി, എന്താ ഇയാൾ ഈ ചെയ്യുന്ന, ഈ കുഴിയിൽ എന്താന്നൊക്കെ. അപ്പോൾ അരിസ്റ്റോട്ടിൽ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന പണി തന്നെയാണ് ഞാൻ ഈ ചെയ്യുന്നതെന്ന്. മനസ്സിലായില്ല? അപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു, ഈ കാണുന്ന സമുദ്രം എത്രമാത്രം അനന്തമാണ്, അനന്തവിസ്തൃതമായ ഈ സമുദ്രം, ഇതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം, നിലനിൽപ്പ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതാ ഈ കുഴി, എൻ്റെ കയ്യിലുള്ള ഈ സ്പൂണ്, എന്തായാലും നിങ്ങളുടെ തലയേക്കാൾ വലുതാണ് ഈ കുഴി, നിങ്ങളുടെ ചിന്തയേക്കാൾ വലുതാണ് എൻ്റെ ഈ സ്പൂണ്. അപ്പം ഈ സ്പൂണ് കൊണ്ട് ഈ കടലിനേക്കാൾ എത്രയോ ചെറിയതായിട്ടുള്ള ഒരു കുഴിക്കകത്തേക്ക് ഈ വെള്ളം ഇങ്ങനെ മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതാണ്. അതുകൊണ്ട് എന്നിട്ട് ഇദ്ദേഹം ഇതും പറഞ്ഞ് ഈ സ്പൂണ് ഉയരത്തിലേക്ക് എറിഞ്ഞ് അദ്ദേഹം കടന്നുപോയിന്നാ. അത് അരിസ്റ്റോട്ടലിനെ ഞെട്ടിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് പറയാറുണ്ട്. അത് വളരെ ഒരു ആഴമുള്ള ഒരു ചിന്തയാണ്. വാസ്തവത്തിൽ എന്തുകൊണ്ട് അചിന്ത്യം എന്നാണെങ്കിൽ അതാണ് ഉപനിഷത്തിൽ പറയും, എൻ മനസ ന മനുതേ ഏനാഹുർ മനോമതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസതേ. അതിനെ മനനം ചെയ്യാൻ സാധ്യമല്ല. കാരണം അതിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് മനനം മറ്റുള്ളതിനെയൊക്കെ മനസ്സ് മനനം ചെയ്യുന്നത്. അതുകൊണ്ട് ചക്ഷുഷ ന പശ്യതി എന്ന് പറയുന്നത്, കണ്ണിനെ അവിടെ കണ്ണിന് അതിനെ കാണാൻ പറ്റില്ല. ഏന ചക്ഷുംഷി പശ്യതി, എന്നാൽ യാതൊന്നുകൊണ്ട് കണ്ണ് കാണും. ചിന്മയാനന്ദ സ്വാമികൾ നല്ലൊരു ഉദാഹരണം പറയാറുണ്ട്. ഒരു ഇരുട്ടുള്ള മുറിയിലേക്ക് ഒരാളെ വിളിച്ചുകൊണ്ട് ഒരു ടോർച്ച് ലൈറ്റും കൊടുത്തു, വലിയൊരു ടോർച്ച്. എന്നിട്ട് അയാളോട് പറഞ്ഞു, ഈ മുറിയിലുള്ള എല്ലാം നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ അയാൾ പറഞ്ഞു, എല്ലാം ഞാൻ കാണിച്ചു തരും. അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഓരോ ദിക്കിലേക്ക് അദ്ദേഹം ടോർച്ച് അടിച്ച് ആ മുറിക്കകത്തുള്ള എല്ലാറ്റിനെയും ടോർച്ച് ലൈറ്റ് കൊണ്ട് കാണിക്കാൻ സാധിച്ചു. അപ്പോൾ സ്വാമിജി അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ആ ടോർച്ചിനകത്തുള്ളത് എവറഡിയാണോ തോഷിബയാണോ? ബാറ്ററിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. അതായത് ബൾബിന് മറ്റുള്ളതിനെയൊക്കെ കാണാൻ സാധിക്കുന്നു, വേണമെങ്കിൽ നമുക്കങ്ങനെ പറയാം. സ്വാമിജി അതാണ് പറയുന്നത്. ബൾബിന് എല്ലാറ്റിനെയും കാണാൻ സാധിക്കും. പക്ഷെ ബൾബിനെ ഈ പ്രകാശിപ്പിക്കുന്ന ബൾബിൻ്റെ പിറകിലെ ഊർജമായി നിൽക്കുന്ന അതിനെ തോഷിബയോ എവറഡിയോ ഏതാണ്, 2 ബ്രാൻഡിനെയാണ് സ്വാമിജി ഉദാഹരണമായിട്ട് അന്ന് പറഞ്ഞത്. അതിപ്പോഴും സജീവമാണ്. അതുകൊണ്ട് അപ്പോൾ ബൾബ് ബാറ്ററിയെ കാണാൻ ശ്രമിക്കുന്ന ശ്രമം എന്ന് പറയുന്നത് എപ്രകാരം ഇരിക്കും? അതുപോലെയാണിത്. നമ്മുടെ ഈ ചിന്തയൊക്കെ ഈ പറഞ്ഞതുപോലെയാണ്.
അത് കണ്ണാണെങ്കിലും കാതാണെങ്കിലും എല്ലാം തന്നെ. അതുകൊണ്ട് അചിന്ത്യമാണ് അയം. ഇത് അയം അവികാര്യ, വികാരത്തിന് വിധേയമല്ല ഇത് ഏതെങ്കിലും പ്രകാരത്തിലുള്ള. തസ്മാത് അതുകൊണ്ട് ഏനം ഏവം വിദിത്വ, ഇതിനെ ഇപ്രകാരം അറിഞ്ഞിട്ട് അനുശോചിതും ന അർഹതി, നിനക്ക് അർജുന ദുഃഖിക്കാൻ അവകാശമില്ല. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലും. അതുകൊണ്ട് നീ എന്തു വേണം? ഇതൊക്കെ മനസ്സിലാക്കൂ. തുടർന്ന് പറയണു, അധ ചൈനം നിത്യജാതം നിത്യം വാമന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. ഇനി അതല്ല എങ്കിൽ എന്താണ്? ഏനം, ഇതിനെ നിത്യജാതം നിത്യം മൃതം ച, ഇത് ജനിക്കുന്നു, കുറച്ചു കാലം നിലനിൽക്കുന്നു, പിന്നീട് മൃതം, മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, അങ്ങനെയാണ് ത്വം മന്യസേ, നീ കരുതുന്നത് എങ്കിൽ തഥാ അഭി, ശരി അങ്ങനെ ഇരിക്കട്ടെ. ഹേ മഹാബാഹോ, അർജുന, വലിയ കൈയുള്ളവനെ, കയ്യൂക്കുള്ളവനെ, ഏവം ശോചിതും നാർഹസി, നീ ഇങ്ങനെ ദുഃഖിക്കുന്നതിന് എന്താണ് അവകാശം? അങ്ങനെ നോക്കിയാലും ദുഃഖിക്കാൻ അവകാശമില്ലല്ലോ അർജുന. ഇല്ല എന്ന് പറയാം, ഒരവകാശവും ഇല്ല. ഇതിങ്ങനെ പുനരഭി ജനനം പുനരഭി മരണം എന്നുള്ള ഇത് ഭഗവാൻ രണ്ട് തരത്തിലും, ഇതിൻ്റെ പാരമാർത്ഥിക ദൃഷ്ടിയിലും വ്യാവഹാരിക ദൃഷ്ടിയിലും, വ്യാവഹാരിക സത്യത്തെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തന്നെ ഇതൊരു ഇത് അനുസ്യൂതം നടക്കുന്ന പ്രകൃതിയിലെ ഒരു പ്രക്രിയയാണ്. പാരമാർത്ഥിക തലത്തിലോ ജനിമൃതികളൊക്കെ യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ട് നീ ദുഃഖിക്കുന്നതിൽ അവകാശം ഇല്ല. തുടർന്ന് കൃത്യമായിട്ട് പറയുകയാണ്. ഇവിടെയാണ് ഈ പുനർജന്മ സിദ്ധാന്തമൊക്കെ ഭഗവത്ഗീത എങ്ങനെയാണ് അതിനെ കാണുന്നത്, അതിൻ്റെ രണ്ട് തലങ്ങളെയും ഭഗവത്ഗീത ഈ ശ്ലോകം കൊണ്ട് വിശദീകരിക്കണം. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതുമർഹസി. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതും അർഹസി. ജാതസ്യ മൃത്യു ധ്രുവഃ ഹി, ജാതസ്യ ജനിച്ചവന്, മൃത്യു മരണം, സുനിശ്ചയം, ധ്രുവം ഉറപ്പാണ്, നിശ്ചയം തന്നെ. ആർക്ക്? ജനിച്ചവന് മരണം നിശ്ചയമാണ്. അപ്പം ആരാണോ താൻ ശരീരമാണ് എന്ന് കരുതുന്നത് അവന് ജനനം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന് മരണവുമുണ്ട്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു, മരിച്ചവനോ മൃതസ്യ ച, മരിച്ചവന് ജന്മജ ധ്രുവം, മരിച്ചവന് ജനനവും നിശ്ചയമാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത്, അതുകൊണ്ട് അപരിഹാര്യ അർത്ഥേ, പരിഹരിക്കാൻ പറ്റാത്ത ഈ വിഷയത്തിൽ ത്വം ശോചിതും നാർഹസി, എങ്ങനെ നോക്കിയാലും നീ ദുഃഖിക്കേണ്ട അവകാശം ഇല്ലല്ലോ അർജുന. ഇത് പണ്ടൊരാൾ മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മൂപ്പരെ ഈശ്വരനുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ തീർപ്പാക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടായതുപോലെയാണ്. അദ്ദേഹം ഒരു ജ്ഞാനിയാണെന്നൊക്കെ ആളുകൾക്കൊരു തോന്നലുണ്ടായി, അവിടെയുള്ള ഗ്രാമവാസികൾക്ക്. അങ്ങനെ വിളിച്ചു കൊണ്ടുപോയതാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാ ഞാൻ വരുന്നത്? അല്ല, ഈ ആളുകൾക്ക് ഈ ഈശ്വരൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് തീർപ്പാക്കാനും അങ്ങ് ഒന്ന് വരണം. അപ്പം ഞായറാഴ്ച ഇവിടെ സത്സംഗം ഉണ്ടാവുന്നു പറയുമ്പോൾ, അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച നാളെ അങ്ങ് വരണം. ശരി, അങ്ങനെ ഇദ്ദേഹം ഞായറാഴ്ച അവിടെ ചെന്നു. അപ്പോൾ ആളുകൾ കാര്യമായിട്ട് കാത്തിരിക്കുക.
അപ്പം രണ്ട് ഭാഗത്തായിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. സാധാരണ ഒരു ഹാളിൽ അങ്ങനെയാണല്ലോ, നടുവിൽ വഴിയുണ്ടാവും രണ്ട് ഭാഗത്തായിട്ട്. അപ്പം ഇദ്ദേഹം പ്രഭാഷണം അവരോട് സംസാരിക്കാൻ ആദ്യം തന്നെ അങ്ങോട്ട് തുടങ്ങി. സത്യത്തിൽ മൂപ്പര് ചോദിച്ചു, സത്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഈശ്വരനുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഉണ്ട്, ഈശ്വരനുണ്ട് എന്നെല്ലാവരും ഉഷാറായിട്ട് പറഞ്ഞു. അവർ പറഞ്ഞു, ഈ ഉള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ എന്തു പറയാനാ? മൂപ്പര് ഇറങ്ങിപ്പോയി. അപ്പോൾ അവരെ കൈയിടാന്നായി. പിന്നെയും വിളിച്ചുകൊണ്ട് വന്നു. അല്ല, പിന്നെ വിളിക്കണമെങ്കിൽ പിന്നത്തെ ദിവസമാണ്. മൂപ്പര് വന്നു. അപ്പോൾ ആളുകൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴും മൂപ്പര് തന്നെ പറഞ്ഞു, ഇല്ലാത്തൊന്നിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ? വിട്ടു. വീണ്ടും വിളിച്ചുകൊണ്ട് വന്നു. ആളുകൾ വിടാൻ തീരുമാനിച്ചില്ലേ. ഇപ്രാവശ്യം അവർ പറഞ്ഞു എന്തായാലും നമുക്ക് പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ ചട്ടം കെട്ടി, ഒരു ഭാഗത്തുള്ളവരുണ്ട് എന്ന് പറയും, മറ്റേ ഭാഗത്തുള്ളവരില്ല എന്നും തീരുമാനിച്ചു. ഇതേപോലെ രണ്ടുപേരും ഇതേ ചോദ്യം ആവർത്തിച്ചു. ഒരു കൂട്ടർ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു, മറുകൂട്ടർ പറഞ്ഞു ഇല്ല എന്നും പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ. പക്ഷേ മൂപ്പര് ഞമണ്ടനാണ്. മൂപ്പര് പറഞ്ഞു, നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ പോരെ, ഞാൻ എന്തിനാണ് എൻ്റെ സമയം കളയുന്നത്? ഈ ഉണ്ട് എന്നുള്ളവർക്ക് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ പോരെ, ഇല്ല എന്നുള്ളവരുമായിട്ട് അങ്ങോട്ട് പരസ്പരം നിങ്ങൾ തന്നെ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇതുപോലെയാണ്. ഇതുപോലെ തീർപ്പാക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ജനിച്ചതാരാണ്? അവനെന്തുണ്ട്? മരണമുണ്ട്. ആ മരിച്ചവൻ എന്തുണ്ട്? ജനനവും ഉണ്ട്. അത് പരിഹരിക്കാൻ പറ്റാത്ത വിഷയമാണ് എന്ന് പറയുമ്പം, ജനിച്ചു എന്നൊരാൾക്ക് തോന്നുന്നത് തന്നെ ശരീരവുമായി താതാത്മ്യപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം ശരീരത്തിൻ്റെ നാശം തൻ്റെ നാശമായിട്ട് കാണുന്നു. അങ്ങനെയുള്ളവൻ എന്തുണ്ട്? ജനിമൃതികൾ അനിവാര്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതിനെ ഭഗവാൻ വീണ്ടും ഒന്നുകൂടെ വിസ്തരിക്കുകയാണ്. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാനി ഏവ തത്ര കാ പരിദേവന. വീണ്ടും വീണ്ടും ഭഗവാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ ദുഃഖം എന്നുള്ളതാണ് നമ്മളോട്. ഹേ ഭാരത, അർജുന, ഭൂതാനി ഭൂതങ്ങൾ. ഈ കുട്ടികൾക്കൊക്കെ ഈ ഭൂതം, പ്രേതം, പിശാച് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ഉണ്ട് എന്ന് പറയണം. ഇതാണ് ഭൂതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭൂതമുണ്ട്. ഇല്ല എന്ന് പറയുമ്പോഴാണ് വീണ്ടും സംശയം ഉണ്ടാവുന്നത്. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ഒരു സംശയമാണ്. ഭൂതം, പ്രേതം, പിശാച്, ഇത് മൂന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ മൂന്നും ഉണ്ട്. പ്രേതത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, എല്ലാം കണ്ടു. പിശാചിനെയും കണ്ടിട്ടുണ്ട്, ഭൂതത്തിനെയും കണ്ടിട്ടുണ്ട്, പ്രേതത്തിനെയും കണ്ടിട്ടുണ്ട്. എന്താ ഭൂതം? ഭൂതാനി. ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചിട്ടുള്ളതൊക്കെ ഭൂതങ്ങളാണ്. നിങ്ങൾ പറയണം ഭൂതം, ഞാൻ ഭൂതാണ് മോനെ, അച്ഛൻ ഭൂതാണ്. അപ്പം അവൻ പറയാം അതെനിക്കറിയാം, നമ്മൾ രണ്ടുപേരും ഭൂതങ്ങളാണെന്ന് അറിയാം. ഭവിച്ചത്, അതുകൊണ്ടാണ് നമ്മൾ പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുന്നത്. ഭൂതം. പ്രേതമുണ്ടോ? പ്രേതവും ഉണ്ട്. എന്താ പ്രേതം?
പ്രകർഷേണ ഗതം എന്നാണ്, നന്നായി പോയിട്ടുള്ളതാണ്. ഡെഡ് ബോഡിക്കാണ് പ്രേതം എന്ന് പറയാം. നമ്മുടെ പോലീസ് മഹസറിലൊക്കെ ഇപ്പോഴും എഴുതുന്നത് പ്രേതം എന്നാണ്, മൃതശരീരത്തെ പ്രേതം എന്ന് എഴുതും, അവരിപ്പോഴും അങ്ങനെ എഴുതുന്നുണ്ട്. അല്ലാത്ത പ്രേതത്തെ നമ്മൾ ആശ്രമത്തിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് ഓർക്കുമ്പോൾ പേടിയാവും. ഒരു വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അത് സംഭവം, രാത്രി 12 മണി. അത് നമ്മുടെ ആശ്രമം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യരുടെ അമ്മാത്ത് എന്ന് പറയുന്ന സ്ഥലം, പഴയ 4 കെട്ടൊക്കെയാണ്. പകലേ കണ്ടാൽ പേടിയാവും. അപ്പം രാത്രി എങ്ങനെ ഉണ്ടാവും? ഞങ്ങളാകെ 4-5 പേരേ ഉള്ളൂ അവിടെ, 5 പേര്, പിന്നെ സ്വാമിജി. വലിയ സ്ഥലത്താണ് ഓരോരുത്തർ താമസിക്കുന്നത്. ഒരു ദിവസം ഈ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച രാത്രി ഒരു കിടിക്കെന്ന് പറഞ്ഞ ഈ വാതിലിൻ്റെ ജനലിൻ്റെ കുറ്റി, ഇത് ഉള്ള കാര്യമാണ് പറയുന്നത്, വാതിലിൻ്റെ കുറ്റി ഇങ്ങനെ കിടിക്കെന്ന് പറഞ്ഞ് തുറക്കുന്ന പോലത്തെ ഒരു ശബ്ദം കേട്ടു. അതിങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഉറക്കത്തിലായിരുന്നല്ലോ, കേട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ തണുപ്പുള്ള കാറ്റ് വരുന്നുണ്ട്. അപ്പോഴാണ് ജനലിൽ നമ്മളിങ്ങനെ ആ ജനൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ ജനൽ അടയ്ക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് എന്താ, ഈ വെള്ള ഇട്ടിട്ട് ഇങ്ങനെ വിളിക്കുക കൈകൊണ്ട്. അവൾ ശരിക്കും കാണുകയാണ്. അത് കണ്ടതോടുകൂടി എന്താ പറയുക, കണ്ണ് അങ്ങോട്ടേക്ക് അടച്ചിട്ട് പിന്നെ തിരിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. എങ്ങനെയൊക്കെയോ തിരിഞ്ഞു. ഈ രാമരാമയൊക്കെ ജപിക്കുന്നുണ്ട് ഇത് മാറിക്കിട്ടാൻ വേണ്ടി, പക്ഷേ എന്താ ഇതിപ്പോൾ സംഭവിക്കുക എന്നുള്ളത് അറിയില്ല. ജനലടയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോൾ വരുമോ, കഴുത്ത് പിടിക്കുകയോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നമശിവായ ജപിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വരുന്നില്ല. അങ്ങനെ എന്തായാലും എങ്ങനെയൊക്കെയോ നമശിവായൊക്കെ ഒപ്പിച്ചു എന്നാണ് തോന്നണത്. അതെ, അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഇപ്പോൾ പിടിക്കും എന്നുള്ള മട്ടിലിങ്ങനെ പേടിച്ച് ഉറങ്ങിപ്പോയി. പിന്നെ ഈ എന്താ പുലർച്ചയായി എന്നുള്ള ഒരു സൈറൻ കിട്ടിക്കഴിഞ്ഞു. പുലർച്ചയായി കഴിഞ്ഞാൽ അമ്പലത്തിൽ ശംഖുവിളി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ പോയിട്ടൊക്കെയാണ് ചെയ്യുന്നത്, പക്ഷെ അന്ന് ആരോ ശംഖ് വിളിച്ചു. അപ്പോഴേ പെട്ടെന്ന് നോക്കുന്നത് ആദ്യം തന്നെ അങ്ങോട്ടേക്കാണ്, ഈ പ്രേതം അവിടെ ഉണ്ടോയെന്ന് നോക്കുക. അപ്പോഴും പ്രേതം അവിടെ ഉണ്ട്. ഇന്നലെ കണ്ട പ്രേതം അവിടെ ഉണ്ട്, രാത്രി കണ്ട പ്രേതം അവിടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് വെള്ള ജുബ്ബയാണ്. ഈ വെള്ള ജുബ്ബ നമ്മുടെ തന്നെ ജനലിൻ്റെ അവിടെ ആരോ അത് കയറ് കെട്ടിയിട്ട്, പുതുതായിട്ട് കൊണ്ടുവന്ന് കയറ് കെട്ടി അവിടെ ഉള്ള ഒരു പപ്പായ മരത്തിൽ വലിച്ച് കെട്ടിയിട്ടതാണ്. അതെപ്പോഴോ കാറ്റ് വന്ന് ഇതാക്കിയപ്പോഴാണ് തോന്നുന്നുണ്ട് ജനൽ കിടിയെന്ന് പറഞ്ഞത്. പിന്നെ ഇത് കാറ്റത്ത് ഇങ്ങനെ ആടുമല്ലോ, പിന്നെ അതിന് തലയും കൈയും ഇതൊക്കെ കൊടുക്കുന്നത് നമ്മളാണ്. അപ്പോൾ പ്രേതം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രേതമുണ്ട്. അത് മൃതശരീരം, ഡെഡ് ബോഡി ഒക്കെ പ്രേതമാണ്. ഏത് ഒരു വെട്ടിയിട്ട മരം പോലും പ്രേതമാണ്. പ്രകർഷേണഗതം, ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ട് വേറിട്ട് കഴിഞ്ഞ് മൃതശരീരത്തെ പ്രേതം എന്ന് പറയും. ഭൂതം എല്ലാം ഭൂതം തന്നെ. അപ്പോൾ പിശാചും ഉണ്ട്. പിശാചിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വിഷമമുണ്ടാവും. വിഷമിക്കേണ്ട കാര്യമില്ല. പിശാച് എന്ന് പറഞ്ഞാൽ പിശിതം അശ്നന്തി അഥവാ ആഹരന്തി ഇതി പിശാച എന്നാണ്. പിശിതം എന്ന് പറഞ്ഞാൽ മാംസം. പിശിതം
അശ്നന്തി കഴിക്കുന്ന, ആഹരന്തി കഴിക്കുന്ന ആരൊക്കെയാണോ അവരൊക്കെ പിശാചുക്കളാണ്. അപ്പോൾ ഭൂതവും പ്രേതവും പിശാചും ഉണ്ട്. അപ്പോൾ ഇവിടെ അവ്യക്താദീനി ഭൂതാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവജാലങ്ങൾ, ഭൂതങ്ങൾ എന്തൊക്കെയുണ്ടോ ഉണ്ടായിട്ടുള്ള അതെല്ലാം തന്നെ അവ്യക്താദീനി, അവ്യക്ത ആദീനി, വ്യക്തമല്ലാത്ത ആദിയോട് കൂടിയിട്ട് ഉള്ളതാണ്. അതിൻ്റെ ആദി, ആരംഭം വ്യക്തമല്ല അർജുന. അതുപോലെ തന്നെ വ്യക്തമധ്യാനി, എന്നാൽ അതിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയുണ്ടല്ലോ അത് വ്യക്തമാണ്. നമുക്ക് അതിലൊരു വ്യക്തതയുണ്ട്. ഇനി അവ്യക്ത നിധനാനി, ഇതിൻ്റെ അവസാനം അതും നമ്മളെ സംബന്ധിച്ച് അവ്യക്തമാണ്. തത്ര കാ പരിദേവന, നീ എന്തിനാ ദുഃഖിക്കുന്നത്? ദുഃഖിക്കേണ്ട അവകാശമില്ല അർജുന. അതിനെ അറിഞ്ഞവർ, അതിനെ അനുഭവിച്ചവർ പറയുന്നു. അതിഗംഭീരമായിട്ട് ഭഗവാൻ പറയാം. ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം ആശ്ചര്യവത് വദതി തദൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യ ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. ആശ്ചര്യവത് പശ്യതി കശ്ചിത് ഏനം, കശ്ചിത് ഒരുവൻ, ആശ്ചര്യവത് ഏനം പശ്യതി അതിനെ ആശ്ചര്യത്തോടു കൂടി കാണുന്നു, ആത്മാവിനെ. അപ്പോൾ ഇവിടെ ആശ്ചര്യത്തോടു കൂടി കാണുന്നു എന്ന് പറയുന്നത് അത് കവികളൊക്കെ അങ്ങനെയാ കാണുക. കവികളുടെയൊക്കെ കാഴ്ചയിൽ അങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രസിദ്ധമായ കുറേ പഴയ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. എന്ന തവം ചെയ്തേനേ യശോദ എന്ന് പറയണ, എന്ത് തപസ്സാണ് യശോദ ചെയ്തത്? എന്ത് തപസ്സാണ് യശോദ ചെയ്തത് എന്ന് കവി ചോദിക്കുകയാണ്. പാപനാശം ശിവൻ്റെയാണ് എന്ന് തോന്നുന്നു. അതെ, എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. സദാശിവ ബ്രഹ്മേന്ദ്രർ, പാപനാശം ശിവൻ, ഇവരൊക്കെ ഇങ്ങനെയുള്ള ഗംഭീരങ്ങളായിട്ടുള്ള കൃതികൾ ചമച്ചിട്ടുള്ളവരാണ്. എന്ത് തപസ്സാണ് യശോദ ചെയ്തത്? ആദ്യത്തെ ചോദ്യമാണ്. എന്താണ്? 14 ലോകങ്ങൾ തീർത്ത അവനെ, അത് ആ സത്യം അമ്മ എന്ന് വിളിച്ചുല്ലോ. ആരെ? യശോദയെ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ അതിനെ, അത് അമ്മ എന്ന്, ആ സത്യം അമ്മ എന്ന് വിളിച്ചു. ആരെ വിളിച്ചു? യശോദയെ വിളിച്ചു അമ്മ എന്ന്. അപ്പം യശോദ എന്ത് തപസ്സ? ഇത് ആശ്ചര്യവത് പശ്യതി ആശ്ചര്യവദതി, ആശ്ചര്യത്തോടുകൂടി കാണുകയും ആശ്ചര്യത്തോടുകൂടി അതിനെക്കുറിച്ച് പറയുകയും ചെയ്യാം. അവിടെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് അതിൻ്റെ വർണ്ണന നടത്തുന്നത്. അതിമനോഹരമാണ് ആ കീർത്തനം. ഓർമ്മയിൽ നിന്ന് കുറച്ച് കാര്യം പറയാം. എന്നെ തപം ചെയ്തത് യശോദ, എങ്കും നിറൈ പരബ്രഹ്മം അമ്മ എன்ற അഴക്കത്. തമിഴൊന്നും അത്ര വശമില്ല, എന്നാലും 7 ഭുവനങ്ങൾ പടൈത്തവനേ, ആ 7 ഭുവനങ്ങൾ തീർത്തവൻ. അതല വിതല സുതല മഹാതല രസാതല പാതാളം എന്ന് പറയുന്ന താഴേക്ക്, ഭൂർഭുവ സ്വഹ സത്യ തപ ജന എന്നൊക്കെ പറയുന്ന മുകളിലേക്ക്, ഇങ്ങനെ 14 ലോകങ്ങൾ തീർത്തിട്ടുള്ള, 14 ലോകത്തിന് കാരണമായിട്ടുള്ള അവനെ കയ്യിലേന്തി താരാട്ടി പാലൂട്ടി എന്തൊക്കെയാ ചെയ്തത് നോക്കൂ. ഈ ഭുവനങ്ങൾ സൃഷ്ടിച്ച് ആ ഭുവനങ്ങൾക്കൊക്കെ ആധാരമായിട്ടുള്ള അവനാണ് ഈ അണ്ടകടാഹത്തിനൊക്കെ സ്പേസ് കൊടുത്തത്. അവന് ഗർഭത്തിൽ, അവന് ഉദരത്തിൽ സ്പേസ് കൊടുത്തു. ആര്? യശോദ. എൻ്റെ യശോദ, നീ എന്ത് തപസ്സാണ് ചെയ്തത്? സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ എന്ന് പറഞ്ഞ ഋഷിമാർക്ക്
പിടികിട്ടാത്ത ബ്രഹ്മനും ഇന്ദ്രനും മനതിൽ പൊറാമൈ കൊള്ള. അതെ, ആ ബ്രഹ്മാവിന് ഇന്ദ്രനൊന്നും, ബ്രഹ്മാവ് തന്നെ വേറെ സൃഷ്ടി നടത്തി കൃഷ്ണനെ വ്യാമോഹിപ്പിച്ചതൊക്കെ നമുക്കറിയാലോ. കൃഷ്ണനെ അപ്പോൾ കൃഷ്ണൻ്റെ ഈ ഗോക്കളെ അതിനെയൊക്കെ ബ്രഹ്മാവ് ഉപസംഹരിച്ചു, മറച്ചു. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? വൈകുന്നേരം ഇതിനെ വീട്ടിൽ കൊണ്ടുപോകണമല്ലോ. കൃഷ്ണൻ തന്നെ സൃഷ്ടിച്ചു ഗോക്കളെയും എല്ലാറ്റിനെയും, ഗോപന്മാർ എല്ലാറ്റിനെയും, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ ബ്രഹ്മാവ് തന്നെ ആകെ അത്ഭുതപ്പെട്ടു പോയി. മൂപ്പരുടെ സൃഷ്ടി പരിപാടി നിർത്തി അവസാനം. അങ്ങനെ ഇവർ തമ്മിൽ ഒരു ധാരണയായി. ചുരുക്കി പറഞ്ഞാൽ ആ ബ്രഹ്മാവിനും ഇന്ദ്രനും ഒക്കെ പിടികിട്ടാത്ത അവനെ, എൻ്റെ യശോദയെ നീ എന്ത് ഉരലിൽ കെട്ടി എന്നിട്ടോ മണ്ണ് വാരി തിന്നില്ലടാ എന്ന് ചോദിച്ചിട്ട് അവനെ ഓടിച്ചിട്ട് ഉരലിൽ കെട്ടിയ കഥയുണ്ടല്ലോ, അതിഗംഭീരമാണ്. ഉരലിൽ കെട്ടിയപ്പോൾ ഇവനോ ഈ കെട്ടിയ ഉരലുമായിട്ട് ഇവനെ ഓടിയിട്ട് എന്ത് ഒരു വലിയ മരത്തിൻ്റെ ഇടയിലേക്ക് ഒരൊറ്റ അതിനെ ഇടിച്ച് തിമർത്തിട്ടു. എന്താ പറയുക, മരമായി പാവങ്ങൾ കിടക്കുന്ന നളകുബേരന്മാരെന്തോ ശാപം കിട്ടി കിടക്കുക, അവന്മാർക്കൊരു മോക്ഷമൊക്കെ കൊടുത്തു. മൊത്തത്തിലൊരു എന്താ പറയുക, കാറ്റും പുകയൊക്കെ വന്ന് ആർക്കും യശോദയ്ക്കൊന്നും ഒന്നും പിടികിട്ടിയില്ല. എന്താ സംഭവിച്ചത്? ഈ മരം പൊട്ടി വീണു, ഈ ഒരലിതിൻ്റെ ഇടയിൽ പെട്ടു എന്നൊക്കെ ഉള്ളത് പിന്നീടാണ് ആളുകൾ മനസ്സിലായത്. മൊത്തത്തിലൊരു വെടിയും പുകയും ഒക്കെ ആയിരുന്നു. അപ്പം ബാക്കിയുള്ളവരൊക്കെ പിന്നെ കുറ്റപ്പെടുത്തി യശോദയെ, എന്താ ഇതൊക്കെ ചെയ്തത്? അങ്ങനെയാണ് മൂപ്പർക്ക് ദാമോദരൻ എന്നുള്ള പേര് കിട്ടുന്നത്, ഈ ഉരലിൽ കെട്ടിയതുകൊണ്ട്. കവി ചോദിക്കുകയാണ്, ഉരലിൽ കെട്ടി വായ് പൊത്തി അവനെ എടാ നീ മണ്ണ് തിന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ഇത് ആരോടാണ്? ഈ സർവ്വകെട്ടും പൊട്ടിക്കുന്ന എല്ലാ കെട്ടുകളും അഴിക്കുന്ന ആളാണ് കൃഷ്ണൻ. ആ കൃഷ്ണനെ കെട്ടി എന്ന് പറഞ്ഞാൽ ഒക്കെ ശ്രുതി വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തത്. അതൊക്കെ എന്താണ്? ആശ്ചര്യവത് പശ്യതി, ആശ്ചര്യവത് വദതി. ആശ്ചര്യത്തോടു കൂടി കാണുന്നു, ആശ്ചര്യത്തോടു കൂടി പറയുന്നു. എന്ത് തപസ്സാണ് ചെയ്തത്? വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള കൃഷ്ണനെ ഒരലിൽ കെട്ടി വായ പൊത്തി, എന്നിട്ട് വായിൽ നോക്കിയപ്പോഴോ പിന്നെ ഈ ആദ്യം ചോദിച്ച ചോദ്യമൊക്കെ മറന്നുപോയി. എടാ നീ മണ്ണ് തിന്നോ? ആരൊക്കെയോ കൂട്ടുകാർ പറഞ്ഞു ഇവൻ മണ്ണ് തിന്നു എന്ന്. അപ്പോൾ ഇതിനെ ഒരു കൺസെൻറ്റ് കിട്ടണമെങ്കിൽ ബലരാമൻ പറയണം, ബലരാമൻ സത്യമേ പറയുള്ളൂ എന്ന് പറയാം. ബലരാമനോട് ചോദിച്ചു, ഉള്ളതാണോ കൃഷ്ണൻ മണ്ണ് തിന്നോ എന്ന്? കൃഷ്ണൻ മണ്ണ് തിന്നു എന്ന് ബലരാമൻ പറഞ്ഞു. അപ്പോൾ കൃഷ്ണനോട് അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നീ കളവ് പറയുകയാണെന്ന്. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, നാഹം ഭക്ഷിതവാനമ്പ സർവേ മിഥ്യാഭിശംസിനഹ. അമ്മേ ഞാൻ മണ്ണ് തിന്നിട്ടില്ല. നാഹം ഭക്ഷിതവാൻ അമ്പ, അഹം ന ഭക്ഷിതവാൻ, ഞാൻ കഴിച്ചിട്ടില്ല. സർവം മിഥ്യാഭിശംസിനഹ, എല്ലാവരും കളവാണ് പറയുന്നത്, സത്യമാണ് എല്ലാവരും പറയുന്നത് കളവാണെന്ന്. അപ്പോഴാണ് വായ തുറന്നു നോക്കിയപ്പോൾ ഈ അണ്ടകടാഹം മൊത്തം കണ്ടത്. പിന്നെ ചോദിച്ച ചോദ്യമൊക്കെ മറന്നുപോയി. അപ്പോൾ ഈ സത്യത്തെ അറിഞ്ഞവൻ, ഈ കവി ഇങ്ങനെ പാടുന്നത് പോലെ, കവികളുടെയൊക്കെ ഇത് അറിഞ്ഞ കവികളുണ്ട്. ഈ സ്പാർക്ക് കിട്ടിയവരൊക്കെ പാടുമ്പോഴെല്ലാം അതാണുള്ളത്. ആ ആശ്ചര്യത്തോടു കൂടി അവർ പാടിയിട്ടുള്ള വയലാർ ഒക്കെ ഈ സ്പാർക്ക് കിട്ടിയ ആളുകളാണ്. അതൊക്കെ അമരഗീതങ്ങളായിട്ട് നമ്മളെ സാന്ത്വനിപ്പിക്കുന്നതും നമുക്കൊരു കുളിർമ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ കാരണം അത് തന്നെയാണ്. അപ്പോൾ ആശ്ചര്യവത് പശ്യതി, ആശ്ചര്യവത് കശ്ചിത് ഏനം വദതി, ആശ്ചര്യവത് പശ്യതി തഥാ ഏവ അന്യഃ ഏനം ആശ്ചര്യവത് വദതി, അന്യ ഏനം ആശ്ചര്യവത് ശൃണോതി. ഇത് കേൾക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഭക്തി ഗീതങ്ങളും അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തൊരു ഇത്തരം സംഗതികളൊക്കെ അതിലിങ്ങനെ ആഡ് ഓൺ ചെയ്ത് നമ്മൾ കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദം, ആശ്ചര്യത്തോടു കൂടി ശൃണോതി. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും കശ്ചിത് അഭി ന വേദ ഏവ, ചിലർക്കതിനെ
മനസ്സിലാവുന്നില്ല എന്നുള്ളതും ഒരു ആശ്ചര്യമാണെന്ന് പറയും. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇതിനെക്കുറിച്ച് ഒരു ഗന്ധവുമില്ലാതെ ഇതിനെ പാടെ വിസ്മരിച്ചിരിക്കുന്ന അവരെക്കുറിച്ച് ഓർക്കുന്നതും അവരും എന്താണ് ഒരാശ്ചര്യ ചിഹ്നമായി നിൽക്കുന്നു. അതിമനോഹരമായിട്ടുള്ളൊരു ശ്ലോകമാണിത്. ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യ ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. ശ്രുത്വാ അഭി, ഇതൊക്കെ കേട്ടിട്ടും ഒരുത്തൻ പോലും ന വേദ ഏവ, ഇതിനെ അറിയുന്നില്ല തന്നെ. അങ്ങനെയുണ്ട്. അതിമനോഹരമാണ്. ഇങ്ങനെ ഈ എന്താ പറയുക, ഇങ്ങനെയുള്ള കീർത്തനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വേദാന്തത്തിൻ്റെ, അതാണ് ഭക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിറവിലുണ്ടാവുന്നത് ആ ഭക്തി, അല്ലാതെ അന്ധമായിട്ടുള്ളതല്ല. നിങ്ങൾ ആ അറിവോട് കൂടിയിട്ട് ഈ പാട്ടുകളൊക്കെ കേട്ടു നോക്കൂ. എന്നെ തപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതുപോലെ ഉണ്ട് സദാശിവ ബ്രഹ്മേന്ദ്രയുടെ ഒരു പാട്ടുണ്ട്. മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ. ഓ, എന്ത് മനോഹരാന്നറിയോ. എടോ മനസ്സേ, ബ്രഹ്മത്തിലേക്ക് സഞ്ചരിക്കൂ എന്ന് പറയാം. എന്നിട്ട് അത് സഗുണവും നിർഗുണവും ഒക്കെ ആയിട്ടുള്ള ഇങ്ങനെ വർണ്ണനകളാണതിൽ. നീ എവിടെയൊക്കെ അലഞ്ഞു തിരിയണു, കണ്ട കുപ്പത്തൊട്ടിയിൽ അവിടെ ഇവിടെയൊക്കെ പോകുന്നില്ലേ, നീ ഒരു ശ്രമം നടത്തൂ. മാനസ സഞ്ചരരേ, രേ മനസ്സേ, സഞ്ചര, ശരിക്കൂ. എങ്ങോട്ട്? ബ്രഹ്മണി മാനസ സഞ്ചരരേ. ഇതൊക്കെ ഇങ്ങനെ കേൾക്കാനുണ്ടല്ലോ, ഒരു ലയമാണ്. അതൊക്കെ എന്താണ്? ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.